വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം സമയം രാവിലെ 6:30 റിക്കോട്ടനും ഞാനും അമ്മയും അച്ഛനും പിന്നെ നമ്മൾ അടുത്ത വീട്ടിലുള്ള ബൈജോട്ടനും കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ വണ്ടിയിൽ. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്നല്ലേ, വേറെ അടുത്തേക്കല്ല. അച്ഛന് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പോൾ കണ്ണ് കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമുക്ക് പിന്നെ ഇതൊരു ട്രിപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റിക്കോർഡിന് ചെവിയിരുന്ന സാധനം കണ്ട് ഇത് തലേന്ന് ശരത്തട്ടം വാങ്ങിയിട്ട് വന്നതാണ്. ഇശുവിനുണ്ട്, നമ്മൾ റിക്കൂട്ടനുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അച്ഛനാണോ റിക്കു ആണോ ഇത് ഓർമ്മിച്ചത് എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഇവനിത് തലയിലിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ടായിന് കേട്ടോ. മഞ്ഞ് എന്നെല്ലാം പറഞ്ഞാൽ ഇവിടുന്ന് വിട്ട സമയത്തല്ല, നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകുന്ന ആ ഒരു വഴിക്ക് നല്ല മഞ്ഞ് കേട്ടോ. റിക്കോട്ടൻ കുറച്ച് സമയം എൻ്റെ മഴയായിരുന്നു. പിന്നെ ഇതുപോലെ അവിടെ ചാരി നിന്നിട്ട് പുറകിലുള്ള വണ്ടിയെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. റിക്കോട്ടിന് ഇങ്ങനെ നിന്ന് കാഴ്ചയെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് ഇതുപോലെ നല്ല മഞ്ഞ് കേട്ടോ. ഞാൻ അച്ഛനോട് നമ്മൾ മൂന്നാറിലെത്തിയ പോലെ ഉണ്ട്. നല്ല രസമുണ്ടായിന് കേട്ടോ കാണാൻ. രാവിലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ കുന്നും മലയെല്ലാം പോലെയാണ്. അപ്പോൾ ഇത് മൊത്തം നിങ്ങൾ കാണുന്നത് നല്ല മഞ്ഞാണ് കേട്ടോ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം മഞ്ഞ് കണ്ടു ഗൈസ്. പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ റിക്കൂട്ടിന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിനെ. അപ്പോൾ ഈ കാണുന്നത് നമ്മളെ വളവട്ടണം പാലം ഇല്ലേ, അതാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. റിക്കൂട്ടൻ ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടെ ഇങ്ങനെ ചാരി നിന്ന് കാഴ്ചകളെല്ലാം കാണുന്നുണ്ട്. റിക്കൂട്ടൻ കൂട്ടി പോയാൽ പിന്നെ ഓനിങ്ങനെ അടങ്ങി നിന്നോളും കേട്ടോ. അതുകൊണ്ട് കൂട്ടാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അന്ന് അവിടെ മുഖ്യമന്ത്രി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതാ നമ്മളെ ഹോൾസെയിൽ കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ണൂർ. കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടിയിട്ട് എടുക്കണ്ടേ, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ 2-3 ഷോപ്പിലേ കയറിയിട്ടുള്ളൂ. കുറേ എല്ലാം അടച്ചിട്ടായിരുന്നുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ അവിടെ എത്തിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകുകയാണ്. അപ്പോൾ ഞാനിവിടെ കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ഇവിടുത്തെ അത്യാവശ്യം വഴികളെല്ലാം അറിയാം. അങ്ങനെ അച്ഛന് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് വഴിയെല്ലാം കാട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പിന്നെ നിന്നിട്ട് ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ കൂട്ടാൻ വരുത്തുന്നുണ്ട്. പിന്നെ ഈ വഴികളെല്ലാം നമ്മൾ ഒരുപാട് കറങ്ങിയതാണ്. പിന്നെ അങ്ങണ്ട ഒരു കാറ് നിർത്തിയ സ്ഥലത്താണ് പണ്ട് നിന്നാണ് എന്നെ അധികം കൂട്ടാൻ വരാറുള്ളത്. ഞാൻ പഴയ സ്റ്റാൻഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് നടന്ന് ഇങ്ങനെ നിൽക്കും. ഇതിനാട്ടം വരും, കാറിൽ കയറും, നമ്മൾ പോകും, ചോറ് കഴിക്കും, തിരിച്ച് വീട്ടിൽ പോകും. ഇനി വൈകുന്നേരം എന്നെ കൂട്ടാൻ വരുന്നെങ്കിൽ തട്ടുകടയിൽ കയറും, എന്തെങ്കിലും ഫുഡ് എടുക്കും, തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുകൊണ്ട് ഞാനിങ്ങനെ പറയുമായിരുന്നു, അച്ഛനെ ഇടിയാടാൻ അമ്മേനെ കൂട്ടാൻ വരുത്തുന്നു പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസത്തെ ക്ലാസ്സിന് ശേഷം ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബേസിക്കെല്ലാം അറിയുന്നവരാണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ തീരെ അറിയാണ്ട് പോയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ക്ലാസ് അങ്ങോട്ടേക്ക് നിർത്തി. പിന്നെ ഞാൻ ചുരിദാർ തയ്ച്ചിട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് അടിച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടെയാണ് ഞാൻ പഠിച്ചത്, റോഡ് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോകണം. സർട്ടിഫിക്കറ്റ് എന്നാൽ പഠിച്ചു കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അല്ല, നമ്മൾ SLC ബുക്ക് ഇവിടെ കൊടുക്കണം. പിന്നെ 500 രൂപയും കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ SLC ബുക്കും വാങ്ങി. പിന്നെ നമ്മൾ കൊടുത്ത 500 അവരവിടെ വാങ്ങി വെച്ചു കേട്ടോ. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അവരാദ്യം പറയുന്നുണ്ടായിരുന്നു, പകുതിക്ക് വെച്ച് നിർത്തിയാൽ പൈസ തരേണ്ടി വരും എന്നുള്ളത്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങൾ ഫെസിലിറ്റീസ് അതൊക്കെ അടിപൊളിയാണ്. അപ്പം പിന്നെ 500 പോയാൽ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇത് കിൻഫ്രയാണ് കേട്ടോ, ആ സൈഡിൽ കാണുന്ന ബിൽഡിങ്. ഇതുപോലെ കുറേ ഉണ്ട് ആ ഭാഗത്തെല്ലാം. അങ്ങനെ നമ്മളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മളെ കളക്ഷൻസ് കാണിച്ചു തരാം. ഇത് കുട്ടികളുടെ ഫ്രോക്കാണ് കേട്ടോ. 2 സെറ്റ് ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 22 to 32 സൈസ് വരെ ഉള്ളതാണ് കേട്ടോ. പിന്നെ അടിപൊളി നൈറ്റീസ് ഉണ്ട്, പിന്നെ ഫ്രോക്ക് നൈറ്റുകളും ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കാണിക്കുവാണ്. ഇത് പക്ഷേ ഓൾറെഡി ഇപ്പോൾ സോൾഡ് ഔട്ട് ആയി കേട്ടോ. വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസമായി, പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും ഒരു സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ സാധനം ഇപ്പോൾ സോൾഡ് ഔട്ടാണ് കേട്ടോ. പിന്നെന്താ ഞാനിങ്ങനെ എല്ലാം കാണിച്ചിരുന്നത്. വൈറ്റ് പാൻറ്റ്, ഈ പിങ്ക് കളർ നല്ല ചുരിദാറിൻ്റെ മെറ്റീരിയൽ, പിന്നെ ഷോള്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ അടുത്ത ഒരു മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു യെല്ലോ ആണ്, നല്ല ഭംഗിയില്ല കാണാൻ. ഇത് ഓൾറെഡി എനിക്ക് ഓർഡർ കിട്ടിയതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ തുറന്ന് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്കിനി നമ്മൾ ഫ്രോക്കിൻ്റെ ആ ഒരു ബണ്ടിൽ പൊട്ടിക്കാമല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ പ്രാവശ്യം ഈ ഒരു സ്റ്റോക്ക് എടുത്ത സമയത്ത് പെട്ടെന്ന് കാലിയായി പോയൊരു ഐറ്റമാണ് കേട്ടോ. നമ്മളിങ്ങനത്തെ ഈ മോഡൽ ഫ്രോക്ക് നമ്മളെ ഈ സിംഗർ, പ്ലേ ബാക്ക് സിംഗർ അമൃത സുരേഷ് അല്ല, വേറൊരാളില്ലേ, വേറൊരു അമൃത, നമ്മളെ സ്റ്റാർ സിംഗറിലെല്ലാം ഉണ്ടായ ആ ചേച്ചീൻ്റെ ഇൻ്റർവ്യൂവിൽ ആ ചേച്ചീൻ്റെ മോളെല്ലാം ഇട്ട ടൈപ്പ് ആ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത്. ഇപ്പം അധികം പേർക്കും ഈ ഒരു ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, 22 മുതൽ 32 വരെയുള്ള സൈസുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കളക്ഷൻ്റെ വീഡിയോ, ഫ്രോക്ക് കാര്യങ്ങൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും അടുത്ത ഇതിലിടാം. എന്തായാലും ഇതിപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. തുണിയൊക്കെ നല്ല അടിപൊളി തുണി തന്നെയാണ്, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഫ്രോക്ക് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാനിതെല്ലാം ഒന്ന് മടക്കി വെക്കട്ടെ. പിന്നെ ഭക്ഷണം പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ അടിച്ചു വരുവാന്ന് കേട്ടോ. ഞാൻ വന്നതിന് ശേഷം വേഗം തന്നെ ആ ഡ്രസ്സിൻ്റെ എല്ലാം വീഡിയോസൊക്കെ അങ്ങ് എടുത്ത് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് വേറൊരു സ്ഥലത്തും പോകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് വേഗം അങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ചു വരുവാന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയലിൻ്റെ ഒക്കെ നൂല് സംഭവങ്ങൾ അതൊക്കെ അവിടെ ആയിട്ടുണ്ടായിന്. എന്തിനാ ഈ തലയെ കെട്ടി നടക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവർക്കറിയാം ഇതിൻ്റെ ഈ കെട്ടുന്നൊരു കംഫർട്ടബിൾ അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് അടുത്തത് കുളിപ്പരിപാടിയാണ്. അപ്പം പിന്നെ വേഗം എല്ലാം അടിച്ച് വാരി സെറ്റാക്കുക കേട്ടോ. അങ്ങനെ പിന്നെ അടിച്ച് വാരിയതിന് ശേഷം കുളിച്ചു. പിന്നെ താഴെ വന്നിട്ട് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് പഴം വാട്ടി വെച്ച്. പിന്നെ അച്ഛൻ വരുമ്പം നല്ല അടിപൊളി അവക്കാഡോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാലും. അപ്പം പിന്നെ ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ റിക്കൂട്ടിനെ ഷെയ്ക്ക് അടിക്കുന്നതെന്ന് കണ്ട പാടന്നെ ഓൻ മിക്സിൻ്റെ ജാർ അവിടെ സൈഡിൽ വെക്കും, അതെടുത്ത് കൊണ്ടുപോയിട്ട് മിക്സിയിലൊക്കെ ഇട്ട് വെച്ച് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഈ കളിയെല്ലാം അത്ഭുതമാണ്. റിക്കോറിനാണെങ്കിൽ ഈ അവക്കാഡോൻ്റെ കുരുവില്ലേ, അത് കണ്ടിട്ട് ഒരു അത്ഭുതത്തിൽ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ഞാനത് കൊടുത്തോന് കേട്ടോ. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞത് അത് അച്ചാച്ചന് കൊടുക്ക്, അച്ചാച്ചൻ നട്ടോളെന്ന് പറഞ്ഞിട്ട് റിക്കൂറിനത് കൊടുത്തു കേട്ടോ. അപ്പം മുടി അയച്ചിട്ട് എന്താന്ന് പറഞ്ഞാൽ തല കുളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ റിക്കൂറിനെല്ലാം ഓൻ തന്നെ ചെയ്യണം എന്നുള്ള ഇതായി. അങ്ങനെ എന്നെ അമ്മ ചെയ്യുന്നത് നോക്ക്, ഇതുപോലെ റിക്കൂട്ടൻ വലുതായി ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവക്കാഡോ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ എടുക്കുമെന്ന് കേട്ടോ. ഞാൻ റിക്കൂട്ടിനോട് ഇങ്ങനെ പറയായിരുന്നു, എടാ അമ്മ പ്രഗ്നൻ്റ് സമയത്ത് അച്ഛൻ ഇതെല്ലാം മേടിച്ചു തന്നിന്, എന്നിട്ട് അമ്മ ഇത് കുടിക്കും, അന്നേരം തന്നെ ഛർദ്ദിക്കും, പിന്നെ അമ്മ കുടിക്കും, അന്നേരം തന്നെ ഛർദ്ദിക്കും. വേറെ റിക്കൂട്ടൻ ചോദിക്കും ചതിച്ചാ. അതൊക്കെയാണ് എൻ്റെ റിക്കൂട്ടൻ്റെ സംഭാഷണങ്ങൾ കേട്ടോ. റിക്കൂട്ടൻ മിക്സീൻ്റെ ജാറ് പിടിച്ചിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഷെയ്ക്കെല്ലാം അടിച്ചിട്ട് കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് കാര്യമായിട്ട് എടുത്തിട്ടില്ല, കാരണം എനിക്ക് നമ്മൾ എടുത്ത് വെച്ച ഈ നൈറ്റീൻ്റെ പിന്നെ ഫ്രോക്കിൻ്റെ ഒക്കെ വീഡിയോസ്
എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോയിലിടാൻ, ഇൻസ്റ്റയിൽ റീൽസ് ആക്കിയിട്ട് ഇടാനൊക്കെ. അപ്പം പിന്നെ അതിനായിട്ട് ഞാൻ മുകളിലേക്ക് കയറിയിട്ട് പിന്നെ എല്ലാ എഡിറ്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് താഴേക്ക് വന്നത് കേട്ടോ. പിന്നെ റിക്കോട്ടിനിപ്പോൾ ചോറ് കഴിക്കുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഓന് പയറും കഞ്ഞി ആക്കിയിട്ട് നമ്മൾ ഇഷ്യൂ ആണ് കൊടുത്തത്. ഓൻ കൊടുത്താൽ റിക്കോട്ടൻ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ഇന്നത്തെ ദിവസം കഴിയതാണ് കേട്ടോ. അപ്പോൾ ഈശു റിക്കോണിന് കഞ്ഞി കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഈശു ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് കേട്ടോ. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കാരണം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.